അവനെ ഉപദ്രവിക്കരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അങ്ങനെ നീ ജീവിച്ച നിനക്ക് സ്വർഗമുണ്ട്, അങ്ങനെ നീ ജീവിച്ച നിനക്ക് സ്വർഗമുണ്ട്. അള്ളാഹിന്റെ റസൂൽ പറയാ, എങ്കിൽ നീ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗലോകം കൈവെള്ളയിൽ വെച്ചിട്ട് നടന്നു പോകുന്നവനെ പോലെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് എന്തിനാ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്? ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മോട് ചോദിക്കാണ്, എടാ ഇവിടെ നീ എന്തിനാടാ ജീവിക്കുന്നത്? നമ്മൾ എന്ത് പറയും? അള്ളാന്റെ സ്വർഗത്തിന്, അള്ളാന്റെ സ്വർഗത്തിന്. എന്നാ അള്ളാന്റെ സ്വർഗം കരഗതമാക്കാൻ എന്ത് നമ്മൾ ചെയ്യുന്നുണ്ട്? എന്ത് നമ്മൾ ചെയ്യുന്നുണ്ട്? അതിന് വേണ്ടിയിട്ട് നമുക്ക് ജീവിതത്തിൽ ഈ ദുനിയാവിൽ നന്മകൾ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. പടച്ചുറപ്പ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച നടത്തുന്ന വിഷയം എന്ന് പറയുന്നത് 7 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ 7 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവൻ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 7 കാര്യങ്ങൾ. എന്താണ് 7 കാര്യം? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയാണ്, ഇജ്തനിബുസ് സബ്അൽ മൂബിഖാത്ത്, ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ, മാറി നിൽക്കേണ്ടതായ 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ സഹാബാ. ഈ 7 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന്റെ ജീവിതത്തിൽ പിന്നെ ഈമാനില്ലല്ലോ. ഈമാനുള്ള മുസ്ലിമായ മുഅ്മിനത്തായ അല്ലാഹുവേ, ഒരു പെണ്ണിന് പോലും ഇത് ചെയ്യാൻ കഴിയില്ല, ഒരു ആണിന് പോലും ഇത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള 7 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ സഹാബാ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവേ, അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന്റെ മുമ്പിൽ ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി അവിടുന്ന് അല്ലാഹുവേ ആത്മാർത്ഥമായിട്ട് ആവേശത്തോടെ ഇരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്. അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമാ കുന്ന യാ റസൂലല്ലാഹ്, ആ കാര്യങ്ങൾ എന്താ നബിയേ? ആ കാര്യങ്ങൾ എന്താ നബിയേ? അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമോ? ഇത്രയും വലിയ ഗൗരവമുള്ള, ഇത്രയും ഞങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളോ ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ നബിയേ? ഞങ്ങൾക്കറിയാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനില് എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇനി ഒരു ലോകം നമുക്ക് വരാനുണ്ടടാ, ഒരു ലോകം നമുക്ക് വരാനുണ്ടടാ. ആ ലോകമെന്ന് പറഞ്ഞ അത് മഅ്ശറയാണ്. അല്ലാഹുവേ, ഒരു പരലോക ജീവിതം നമുക്ക് വരാനുണ്ട്. ആ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ എത്രത്തോളം ഭംഗിയാക്കാൻ കഴിയുന്നുവോ, എത്രത്തോളം മെച്ചപ്പെടുത്താൻ കഴിയുന്നുവോ, ആ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവേ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ദുനിയാവിന്റെ തുരുക്കുമുകളിൽ നമ്മൾ ജീവിക്കേണ്ടത്? എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാ. യാ സഹാബാ, അതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിന് നിങ്ങൾ പങ്കു ചേർക്കരുത്. മറ്റൊരാളുമായി ഈ പ്രപഞ്ചത്തെ പരിപാലിക്കാൻ, ഈ ലോക സമൂഹത്തെ മുഴുവനും സംരക്ഷിക്കാൻ, ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാകങ്ങൾ മുഴുവനും സംരക്ഷിക്കാൻ മറ്റൊരു ദൈവമുണ്ട് എന്ന് പറയല്ലേ.
മറ്റൊരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾ പറയല്ലേ. അങ്ങനെ പറഞ്ഞാൽ അത് അല്ലാഹുമായിട്ട് മറ്റൊരാള് ഒരു കഴിവ് ഉള്ള ഒരുത്തനുണ്ട് എന്ന് സൂചിപ്പിക്കലാ. അതുകൊണ്ട് നിങ്ങൾ പറയല്ലേ ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, ഏറ്റവും വലിയ അക്രമമല്ലേ അല്ലാഹുമായിട്ട് പങ്കു ചേർക്കല്. അല്ലാഹുമായിട്ട് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അക്രമമാ സ്വഹാബ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മറ്റൊരു ദൈവമുണ്ട് എന്ന് പറയല്ലേ. ഏകനായ ദൈവം എന്ന് പറയുന്നത് അത് അള്ളയാണ്. ഇത് അവന്റെ കഴിവ് കൊണ്ടാണ് നടന്നത്, ഇത് അവന്റെ കാര്യം കൊണ്ടാണ് നടന്നത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാവർക്കും കഴിവ് കൊടുക്കുന്നത്. അള്ളയാണ് എല്ലാവർക്കും കഴിവ് കൊടുക്കുന്നത്. അള്ളയാണ് എല്ലാവർക്കും കഴിവ് കൊടുക്കുന്നത്. എല്ലാവരും ഉയർത്തിയതാരാ? അത് ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളയാണ്. അല്ലാതെ ആർക്കാണ് കഴിയുക? ആ പടച്ച തമ്പുരാൻ അല്ലാഹുവേ ഈ ഭൂമി ലോകത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറൊരു സൃഷ്ടാവില്ല. അശ്ശിർക്കുബില്ല. അല്ലേ? നിങ്ങൾ അല്ലാഹുമായിട്ട് മറ്റൊരാളെ പങ്കു ചേർത്താൽ നീ മുഅ്മിനല്ല. മുഅ്മിനായ ഒരാൾക്ക് പടച്ച റബ്ബുമായിട്ട് മറ്റൊരാളെ പങ്കു ചേർക്കാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് പഠിപ്പിക്കാൻ അശ്ശിർക്കു ബില്ലാഹ്. നിങ്ങൾ അല്ലാഹുമായിട്ട് മറ്റൊരാളെ പങ്കു ചേർക്കരുത്. അല്ലേ? മറ്റൊരാളുമായിട്ട് പങ്കു ചേർത്താൽ യഥാർത്ഥ മുഅ്മിനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനിൽ ഒരു ആത്മാർത്ഥമായ വിശ്വാസമാണ്. ഇതൊക്കെ പടച്ചോനുണ്ടോ, അള്ളയുണ്ടോ എന്ന് ചില ആളുകളൊക്കെ ചോദിക്കുകയാണ്. അല്ലെ? പുതിയ ആളുകൾ, പുതിയ ചിന്താഗതി നമ്മുടെ മക്കളിലൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പുതിയ ചിന്താഗതിക്കാരാ. ഇന്ന് മൊബൈൽ ഫോൺ ഉണ്ട്, പല മേഖല, വാട്സപ്പ് ഗ്രൂപ്പുകൾ, യൂട്യൂബിലെ ഗ്രൂപ്പുകൾ, ഇതെല്ലാം ഇന്ന് ഒരുപാടുണ്ട് നമ്മുടെ മക്കൾക്ക് മുമ്പിൽ. ഇന്ന് അള്ളയുണ്ടോ, ഖുർആനുണ്ടോ, അതൊക്കെ ശരിയാണോ എന്ന് വരെ ഇന്ന് നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് ചോദ്യചിഹ്നമായി അവരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അവർക്ക് സംശയങ്ങളാണ് പല ആളുകൾക്കും. അങ്ങനെയുണ്ടോ? മഖാമുകൾ സിയാറത്ത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവിടെ പോയിട്ട് ദുആ ചെയ്യാൻ പറ്റുമോ? ഇന്ന് ഇങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മുടെ മക്കളിൽ വളർത്തി എടുക്കാൻ വേണ്ടി ഒരുപാട് പുത്തൻ ചിന്താഗതിക്കാർ ഇന്ന് രംഗത്തുണ്ട് എന്ന സത്യാവസ്ഥ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അല്ല എങ്കിൽ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൈവെള്ളയിൽ നിന്ന് വഴുതി പോകുന്നത്. അന്ന് പിന്നെ നമ്മൾ മരിച്ച നമ്മുടെ തലക്കും പുറത്ത് ഇരുന്നിട്ട് ഒരു യാസീനോ അത് നമ്മുടെ മക്കളെ കിട്ടൂല. നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് ഒരു ഫാത്തി ഓതിയിട്ട് എന്റെ അമ്മക്ക് ഞാനൊന്ന് ഹദിയ ചെയ്യട്ടെ എന്ന് പറയാൻ ഒരു മകനെ നമുക്ക് കിട്ടൂല. മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ, ആ മക്കൾ പൂർണ്ണരാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇന്നൊരു ഉമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ എന്റെ മകൻ നിസ്കരിക്കുന്നില്ല. നിങ്ങളൊന്ന് വിളിക്കോ, അവനെ ഒന്ന് ബന്ധപ്പെടോ, അവനോടൊന്ന് സംസാരിക്കോ. ഞാൻ എന്റെ ജീവിതത്തിന്റെ പാതി മുഴുവനും മാറ്റിവെക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഉസ്താദേ, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. അല്ലെ? നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കാൻ? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദിച്ചെടുക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു പ്രിയപ്പെട്ട മക്കൾ നാളെ നമ്മെ പരാജയപ്പെടുത്തുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വേണ്ടതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവേ, ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹ്ശറ എന്ന് പറയുന്ന ഒരു ലോകം നമുക്ക് കടന്നു വരാനുണ്ട്. അവിടെ നമ്മളെല്ലാവരും നഗ്നരാണല്ലോ. ഒരു ചാണകന സൂര്യൻ കത്തിജ്വലിക്കുന്ന ഒരു ദിവസമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. തറയിലാ, കാലിന്റെ ചുവട്ടിലാണെങ്കിലോ റബ്ബേ ചെമ്പിന്റെ തറയാ.
അതിന്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ. ഈ തലക്ക് മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂട് കൊള്ളുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ. ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹുവേ കടന്നു വരുന്നതാ. അതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നതാണല്ലോ. ഇത് ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും അല്ലാഹു കണക്കാക്കിയിട്ടുള്ളതാ. അന്ന് നമ്മളെ ലോകത്തിന്റെ മുമ്പിൽ ഈ ദുനിയാവിൽ ചെയ്ത ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ നന്മകളും തിന്മകളും എല്ലാം രേഖപ്പെടുത്തി വെച്ചൊരു ഏട് നമുക്ക് തരാനുണ്ട്. ഒരു ഏട് നമുക്ക് തരാനുണ്ട്. ആ ഏട് നമ്മുടെ വലത് കയ്യിൽ വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ ഇടത് കയ്യിലല്ല, നമ്മുടെ മുമ്പിലൂടെ കടന്നു വന്നിട്ട് റബ്ബേ അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇതാ നിന്റെ ഏട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് സന്തോഷത്തോടെ വെച്ച് തരുന്ന ഒരു സമയം നമുക്ക് വരണല്ലോ. അല്ലാതെ പിൻഭാഗത്തിലൂടെ തട്ടി വിളിച്ചിട്ട് ഇടത് കയ്യിൽ തന്നിട്ട് പോകുന്ന അവസ്ഥയല്ല. അല്ലാഹുവേ അവർ നരകത്തിന്റെ അവകാശികളാണ്. റബ്ബേ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ എല്ലാ നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ ഏട് നമ്മുടെ കയ്യിലേക്ക് തരികയാ. അല്ലാഹുവേ നമ്മുടെ സ്വർഗത്തിലാ, നമ്മുടെ സ്വർഗത്തിലാ. പടച്ച റബ്ബേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മളിങ്ങനെ കാത്തു നിൽക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ആരോ വിളിച്ചു പറയുകയാ, അവർ സ്വർഗത്തിൽ വിടല്ല, അവർ സ്വർഗത്തിൽ വിടല്ല. ഈ നരകത്തിന്റെ ചൂട്, ഈ മഹ്ശറയുടെ ചൂട്, ഈ സൂര്യന്റെ ചൂട് സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല അല്ലാഹ്. ഇന്നിത്രയും വലിയ അദാബ് സഹിക്കാനുള്ള കാരണം അവരാ. അതുകൊണ്ട് സ്വർഗത്തിൽ വിടല്ലേ, അവരെ സ്വർഗത്തിൽ വിടല്ലേ എന്നൊരു വല്ലാത്ത വിളിയാനം കേൾക്കുകയാ. പടച്ച റബ്ബേ അതാരാണെന്നറിയോ? നമ്മൾ സ്നേഹിച്ച, നമ്മളെ പാല് കൊടുത്ത, നമ്മളെ മിഠായി കൊടുത്ത, എന്ത് പറഞ്ഞാലും നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, നാളെ നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ രംഗത്ത് വരികയാ. അങ്ങനത്തെ ഒരു സമയം നമുക്ക് വരുമല്ലോ. ആ സമയത്ത് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ, അവിടെ നമുക്ക് വിജയിക്കണ്ടേ, അവിടെ നമുക്ക് ഉന്നതിയിലെത്തണ്ടേ. അല്ലാഹുവേ അവിടെ നമുക്ക് വിജയിക്കണല്ലോ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണേ. അല്ല എങ്കില് എന്റെ പ്രിയമുള്ളവരെ നമ്മള് പരാജയത്തിലാണ്, നമ്മള് പരാജയത്തിലാണ്. നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ കടന്നു വരും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പില് കത്തിയാളുന്ന നരകത്തിന്റെ ഉള്ളറയിൽ നമ്മൾ കിടക്കേണ്ടി വരുമല്ലോ. അവിടെ നിന്ന് പറയുകയാ, എന്റെ വാപ്പാനെ കൊണ്ട് മലർത്തി കിടത്തി തരുമോ അല്ലാഹ്? ഞാൻ അവിടെ മുകളിൽ കയറിയിട്ട്, ഞാൻ അവിടെ മുകളിൽ കയറിയിട്ട് എന്റെ ചൂട് ഞാനൊന്ന് ശമിക്കട്ടെ അല്ലാഹ്. എന്റെ കാലിന്റെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ തലക്ക് മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യന്റെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. അതുകൊണ്ട് എനിക്ക് എന്റെ ബാപ്പയും ഉമ്മയെ ഇവിടെ കടത്തിത്താ അല്ലാഹ്. അവിടെ നെഞ്ചത്ത് കയറിയിട്ട് ഞാൻ ചൂട് ശമിക്കട്ടെ അല്ലാഹ് എന്ന് മലക്കുകളുടെ മുമ്പിൽ അവിടെ നിന്ന് പറയുകയാ. പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ മക്കൾ നമ്മെ കുറിച്ച് പറയുകയാ. ആ ഒരു അവസ്ഥ നമുക്ക് വരണോ? അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണേ. അവർ എങ്ങനെയാണ് നടക്കുന്നത്, അവർ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു കണ്ണ് നമുക്ക് വേണം. ഇന്ന് ഫോണ് വേണമെന്ന് പറയുമ്പോ അല്ലാഹുവേ 50,000 60,000 70,000 വാങ്ങിക്കൊടുക്കുന്ന അല്ലാഹ് അത്രയൊക്കെ വില വരുന്ന ഫോൺ എടുത്തിട്ട് വാങ്ങിക്കൊടുക്കുകയാ. ഉമ്മാന്റെ മുമ്പിൽ കിടന്നിട്ട് മകൻ ഇങ്ങനെ ബഹളം വെക്കുമ്പോ ഉമ്മാന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയെടുത്ത് ഊരിയിട്ട് അല്ലാഹുവേ വിറ്റ് തുരച്ചിട്ട് വരെ ഫോണ് വാങ്ങിക്കൊടുത്ത മക്കൾ മാതാപിതാക്കളുണ്ട്. ഉസ്താദെ അവരുടെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദ്.
എന്നവിടെ നിന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ പൊന്നു മകന്റെ കയ്യിലേക്ക് നോട്ട് കെട്ടുകൾ എടുത്തു വെച്ചിട്ട് നോട്ട് കെട്ടുകൾ കൊടുത്തിട്ട് പോയി ഫോണ് വാങ്ങിക്കോ എന്ന് പറഞ്ഞ മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ, മക്കളെ നീ നന്നാക്കിക്കൊണ്ട് അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു അവസ്ഥ നമുക്ക് വരരുത്. അവരൊരു വാഹനം വേണമെന്ന് പറയുമ്പോ അല്ലാഹുവേ, കടം മേടിച്ചിട്ട് വരെ വാഹനം മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളാ, ലോണെടുത്തിട്ട് വാഹനം മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. അതിങ്ങനെ ചെത്തിപ്പൊളിച്ചിട്ട് നടക്കുകയാണ്. നിസ്കാരമില്ല, നോമ്പില്ല, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ വരെ പള്ളിയിലേക്കൊന്ന് കയറി വരാൻ പോലും മനസ്സ് കാണിക്കാത്ത മക്കളാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മക്കളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. റബ്ബേ, പടച്ച റബ്ബേ, ഒരുപാട് സ്നേഹിക്കുന്ന മക്കളുണ്ട് റബ്ബേ. എപ്പ വിളിച്ചാലും എന്തിനും കൂട്ടു നിൽക്കുന്ന റബ്ബേ, കൂടെ വരുന്ന ഒരുപാട് സ്നേഹിക്കുന്ന മക്കൾ എനിക്കുണ്ട് റബ്ബേ. ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. കൂടെ പിറപ്പുകളെ പോലെ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഒരുപാട് സ്നേഹിതന്മാർ. അല്ലാഹുവേ, ആ മക്കൾക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, അവരൊക്കെ നീ നന്നാക്കണേ അല്ലാ. നല്ലവരിൽ പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ, ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഉമ്മമാരുടെ മക്കളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, നമസ്കാരമുള്ളവരിൽ പെടുത്തണേ അല്ലാ. അവരെ എല്ലാവരെയും നീ വിജയികളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ ഉമ്മാർക്ക് വിളിക്കാണ്. ഒരു 10 മണി കഴിഞ്ഞാൽ ഉമ്മ ഞാൻ വരുന്നത് എപ്പോഴാ, ഞാൻ കുറച്ചിന്ന് ലേറ്റ് ആയിട്ടേ വരൂ, വാതില് തുറന്നു വെക്ക്. എന്നിട്ട് നമ്മുടെ ഉമ്മ ഇങ്ങനെ കാത്തിരിക്കാം, ഉമ്മമാരിങ്ങനെ കാത്തിരിക്കാം. 1 മണി, 2 മണി, 12 കഴിഞ്ഞ് 11 കഴിഞ്ഞ് അല്ലെ, 11 12 കഴിഞ്ഞാലും ഇന്ന് മക്കള് വീട്ടിലേക്ക് വരുന്നില്ല. എന്റെ പ്രിയമുള്ളവർ, ഇത്രയും സമയം നമ്മുടെ മക്കൾ എവിടെ? നമ്മൾ ചോദിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് നമ്മൾ വാതിൽ അവർക്ക് തുറന്നു കൊടുക്കുക. ഒരു നേരെ വീട്ടിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് ഒരു നേരെ പോയിട്ട് കിടക്കുക. നിസ്കരിച്ചോ? അറിയില്ല. അല്ലെ, നിസ്കരിച്ചിട്ടുണ്ടോ? ചോദ്യമല്ല. അവർ നേരെ മൊബൈൽ എടുത്തിട്ട് പോയിട്ട് കിടക്കുക. എവിടുന്നാ വരുന്നത്? എടാ മോനെ, നീ എവിടെയായിരുന്നു? നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചിലപ്പോ ചില ഉമ്മമാര് ചോദിക്കും. ഏതെങ്കിലും ഒരു ഉമ്മമാര് മോനെ നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ഡയലി ചോദിക്കും. നീ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച രക്ഷിതാക്കളുണ്ടോ? പറയാൻ പറ്റും നമുക്ക്? ഇന്ന് നീ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിച്ച രക്ഷിതാക്കൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? പാതിരാത്രി 11-നും 12-നും 1 മണിക്കും 2 മണിക്കൊക്കെ നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് മോനെ നീ നിസ്കരിച്ചോ, ഇശാ മഗ്രിബ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മനസ്സ് കാണിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇന്ന് ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, ആര് ചോദിക്കുന്നില്ല. നമ്മുടെ മക്കളെ, പ്രിയപ്പെട്ട മക്കളെ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടിട്ട് പോവാ. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ കരയാറുണ്ട് അല്ലെ? കാരണം എന്താ വെച്ചാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടേ നമ്മുടെ മക്കൾ തിരിച്ചു വരത്തുള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് കരയും അല്ലെ? കരഞ്ഞാലും എന്റെ മകനോട് മോനെ 5 വഖത്ത് നമസ്കാരം നീ മുടങ്ങാതെ നിസ്കരിക്കണം കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? മോനെ തഹജ്ജുദ് നമസ്കരിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? വിദേശത്തേക്ക് പോകുന്ന നമ്മുടെ മക്കളോട്, അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി പോകുന്ന മക്കളോട് നമ്മൾ പറയും മോനെ എന്റെ കുട്ടി എപ്പോഴും വിളിക്കണം കേട്ടോ, നല്ലോണം ഭക്ഷണം കഴിക്കണം കേട്ടോ. ഇതെല്ലാം നമ്മൾ പറയും. പക്ഷേ മോനെ നീ ഒന്ന് നിസ്കരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറയോ? ഇതൊന്നും നമ്മൾ പറയില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. പടച്ചോൻ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് രണ്ടാമതായിട്ട് പറയുന്ന കാര്യം അസ്സിഹർ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വസ്സിഹറു അവിടുന്ന് മാരണം ചെയ്യലാ.
മരണം ചെയ്താൽ നിന്റെ ഈമാന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്ന് അയൽവാസികളോട് വെറുപ്പാണ്, കൂട്ടുകാരനോട് വെറുപ്പാണ്, നാട്ടുകാരനോട് വെറുപ്പാണ്. എന്തിനേറെ സ്വന്തം കൂടെ പിറപ്പിനോട് വരെ സ്വന്തത്തിന്റെ വെറുപ്പ് വെക്കുന്നവരാ. അങ്ങനെ വെറുപ്പ് വെച്ച് ജീവിക്കുമ്പോ റബ്ബേ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും നാശം വരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണല്ലോ. അവരുടെ വീട് നശിക്കാൻ, അവർക്ക് രോഗം വരാൻ, മക്കൾ മരിക്കാൻ, മക്കൾക്ക് രോഗം വരാൻ, കൂടെ പിറപ്പുകൾ വരെ ഇന്ന് സിഹർ ചെയ്തിട്ട് ആക്രമിക്കുന്ന കാലഘട്ടമാ. ഒരു ശത്രുത വന്ന പടച്ചറബേ, എവിടെയെങ്കിലും ഇരിക്കുന്ന ജോത്സ്യന്റെ മുമ്പിൽ പോയിട്ട് അവരൊന്ന് നശിപ്പിച്ചു തരണേ, നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എന്ത് തന്നെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നോട്ടുകെട്ടുകൾ ഇറങ്ങിയെടുത്തിട്ട് മറ്റുള്ളവന്റെ നാശം കണ്ടിട്ട് ഒരു രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിക്കുന്ന അയൽവാസികൾ നമുക്കുണ്ടോ? ഒരു പൊട്ടിച്ചിരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? അങ്ങനെ നമ്മൾ ചെയ്യുന്നവരാണോ? മറ്റുള്ളവന്റെ നാശം കണ്ട് പുഞ്ചിരിക്കല്ലേ, മറ്റുള്ളവന്റെ നാശം കണ്ട് പുഞ്ചിരിക്കല്ലേ. ഒരു സമയത്ത് നിനക്കൊരു ആനന്ദം തോന്നിയാൽ മടങ്ങായിട്ട് നിന്റെ മുമ്പിലേക്ക് ഷർറായിട്ട് വരുമല്ലോ, നിന്റെ മുമ്പിലേക്ക് വലിയ അദാബായിട്ട് കടന്നു വരുമല്ലോ. അല്ലാഹുവേ എന്ന് പറയുന്ന ഒരുപാട് ഉപ്പമാര് പറഞ്ഞു വരാറുണ്ട്, ഉസ്താദേ കഴിയുന്നില്ല, തളർച്ചയാണ്, സിഹർ ബാധിച്ചതുപോലെ തോന്നുകയാണല്ലോ. റബ്ബേ, എന്തൊരു തെറ്റാ ഉമ്മ, എന്തൊരു മോശത്തരാണത്, എന്തൊരു മോശത്തരമാണത്. പടച്ചറബേ, സ്വന്തം കൂടപ്പിറപ്പുകളെ വരെ സിഹർ ചെയ്ത് കൊന്നിട്ട് ഒരു രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിക്കുന്നവരെ നമ്മൾ കാണുകയാണ്. എന്നിട്ട് അവൻ മരിച്ചു പോയാലും അവന്റെ മുമ്പ് അവനോടുള്ള പക തീരാതെ അത് അവന്റെ മക്കളുടെ മേൽ കാണിക്കുന്ന ആളുകളുണ്ട്, ഭാര്യയുടെ അടുത്ത് കാണിക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുകയാണ്. റബ്ബേ, എന്തൊരു ജീവിതം എന്നറിയോ? എടാ, ഈമാനില്ലാത്തവർക്കല്ലേ അതിന് കഴിയോ? അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്, ഈമാൻ തരണേ അല്ലാഹ്, നന്മയിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഒന്നാമതായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു അശ്ശിർകു ബില്ലാഹ്. അശ്ശിർകു ബില്ലാഹ്, ആ 7 കാര്യത്തിൽ ഒന്നാമത്തത് അല്ലാഹുമായി മറ്റൊരാളെ പങ്കു ചേർക്കലാണ്. രണ്ടാമത്തത് സിഹർ ചെയ്യലാണ്. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമതായിട്ട് അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ് വഖത്തുലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹഖ് കൂടാതെ മറ്റൊരാളെ ഒരു ശരീരത്തെ കൊല്ലലാ. റബ്ബേ, എന്റെ പ്രിയമുള്ളവരെ, സത്യം കൂടാതെ തന്റെ കൂടപ്പിറപ്പിനെ കുത്തിക്കൊന്ന ആളുകളുണ്ടല്ലോ, സ്വത്തിന്റെ പേരിൽ കുത്തിക്കൊന്ന ആളുകളുണ്ടല്ലോ, വിഹിതം വെക്കുന്നവിടത്ത് കുറഞ്ഞു, അല്ലെങ്കിൽ കൂടി കരുതിയ സ്ഥലത്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ കൂടപ്പിറപ്പിനെ കുത്തിമലർത്തിയ എത്ര ആളുകളുണ്ട്. അല്ലെങ്കിൽ തന്റെ ഒരു കാമുകിക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്റെ കാമുകന് വേണ്ടി അല്ലാഹുവേ ബാപ്പയെ ഉമ്മയെ വിഷം കൊടുത്തിട്ട് കൊന്നിട്ട് ഓടിപ്പോയ പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ താൻ സ്നേഹിച്ച പെണ്ണിനെ കിട്ടാതെ മറ്റൊരാള് വിവാഹം കഴിച്ചതിന്റെ പേരില് റബ്ബേ തന്റെ സ്നേഹിതനെ കുത്തിക്കൊന്ന എത്ര ആളുകളാ. ചെയ്യല്ലേ ചെറുപ്പക്കാരാ, മനസ്സ് വെക്കല്ലേ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത് സബഅൽ മൂബികാത്താണടാ, ഇത് വൻ പാപത്തിൽപ്പെട്ട കാര്യമാണടാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ വൻ പാപത്തിൽപ്പെട്ട കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ വിജയമില്ലടാ. പിന്നെ പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിലേക്ക് വന്നിട്ട് 1000ന്റെ നോട്ട് വെച്ച് 2000ന്റെ നോട്ട് വെച്ച് ഉസ്താദേ ദുആ ചെയ്യണം, രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമുണ്ടോ ചെറുപ്പക്കാരാ? അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. മൂന്നാമത്തെ കാര്യം ഹക്ക് കൂടാതെ കൊല്ല, മറ്റൊരാളെ കൊല ചെയ്യാം.
അല്ലെ? കൊലപാതകം നടത്തുന്നില്ല. പടച്ച റബ്ബേ, കഴിഞ്ഞ ദിവസമാണ് പെരിന്തൽമണ്ണയില് നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങി. എന്റെ പ്രിയമുള്ളവർ, എയർപോർട്ടിൽ വന്ന് വിമാനം ഇറങ്ങി. പടച്ച റബ്ബേ, വീട്ടിലേക്ക് വരുന്നില്ല. ഭാര്യ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. നിങ്ങൾ ആരും വരണ്ട എന്ന് വീട്ടുകാരോട് ഈ ചെറുപ്പക്കാരൻ ചങ്ങാതി വിളിച്ചു പറഞ്ഞു. ഭാര്യയെ കാണുന്നില്ല, ഭർത്താവിനെ കാണാത്തോണ്ട് വിളിച്ചു നോക്കുകയാണ് ഭാര്യ. പടച്ചവനെ വിളിച്ചപ്പോഴോ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു വിവരമില്ല. അവസാനം ശരീരത്തിലൂടെ മുറിവരായി പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഈ ചെയ്ത ആളുകൾ ഇട്ടു. ആ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു, മരിച്ചുപോയി ആ മനുഷ്യൻ. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ശത്രുക്കളാണ്, ശത്രുക്കൾ ചെയ്യാ അല്ലേ? എന്താ ചെയ്യാ? മനുഷ്യരിങ്ങനെ മൃഗമായി മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിരക്ഷിക്കട്ടെ. അവസാന കാലഘട്ടമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനത്തെ അവസ്ഥകൾ കടന്നു പോകുമ്പോ നമ്മൾ അതിലൂടെ എങ്ങനെ നമ്മുടെ വിജയത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ ശ്രമിക്കണം. അപ്പൊ നമ്മൾ വിജയിക്കും. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നാലാമതായിട്ട് പറയാണ്, പലിശ നിങ്ങൾ ഭക്ഷിക്കരുതേ. പലിശ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, പലിശ ഭക്ഷിക്കല് അത് സബ്ഉൽ മുബിഖാത്തിൽ പെട്ടതാ. അത് സബ്ഉൽ മുബിഖാത്തിൽ പെട്ടതാണ്. പലിശ തിന്നല്ലവനെ. അല്ലാഹുവേ, ഒരു സ്ഥലമുണ്ടായിരുന്നു, 5 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ടൗണില്, പെരിന്തൽമണ്ണ ടൗണില്, കോഴിക്കോട് ടൗണില്, എറണാകുളം ടൗണില്, കൊണ്ടോട്ടി ടൗണില്, അല്ലാഹുവേ, ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലം എടുത്തിട്ട് വിൽക്കുകയാണ്. ആ സ്ഥലം എടുത്തിട്ട് വിൽക്കുകയാണ്. ലക്ഷങ്ങൾ കയ്യിലേക്ക് വരികയാണ്, കോടികൾ കയ്യിലേക്ക് വരികയാണ്. ഈ കിട്ടിയ പണം എടുത്തിട്ട് റബ്ബേ ബാങ്കിൽ പോയിട്ട് നിക്ഷേപിച്ചിട്ട് അതിന്റെ പലിശ കൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് പ്രിയമുള്ളവരെ. അതിൽ നിന്ന് മാസം പലിശ എടുത്തിട്ട് ആ പലിശ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണുകയാണല്ലോ. വേണ്ട, പലിശ കൊണ്ട് തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താ റബ്ബേ നമ്മുടെ മക്കൾ നന്നാവൂല. നമ്മുടെ മക്കൾ നന്നാവലും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. അതിന് കഴിയില്ല പ്രിയമുള്ളവരെ, അതിന് സാധിക്കില്ല പ്രിയമുള്ളവരെ. നല്ലത് കൊടുത്ത് നമ്മൾ വളർത്തിയാലേ നമ്മുടെ മക്കൾ നന്നാകൂ. നല്ലത് കൊടുത്തിട്ട് നമ്മുടെ മക്കളെ വളർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്നാലേ നമ്മൾ നന്നാകൂ. 1000ഉം 10,000ഉം ലക്ഷക്കണക്കിന് രൂപ ഇന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന പലിശ കൊണ്ട് ഭക്ഷിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകൾ ഇന്നുണ്ട്. ഒരു പണിക്കും പോകാതെ വീട്ടിനകത്ത് കയറി ഇരുന്നിട്ട് ഇതിന്റെ കിട്ടുന്ന പലിശ എടുത്തിട്ട് ജീവിക്കുന്ന ആളുകൾ. പടച്ചോനെ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു വാഴ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ മരം നമ്മൾ കുഴിച്ചിട്ടു, എന്താവട്ടെ, ഒരു ചെടിയാവട്ടെ, എന്ത് നമ്മൾ നട്ടു കഴിഞ്ഞാലും അതിന് വേണ്ടതായിട്ടുള്ള നല്ലതായിട്ടുള്ള വളം കൊടുത്താൽ മാത്രമാണ് അത് വേണ്ട രൂപത്തിൽ വലുതായിട്ട് നമുക്ക് നല്ല നിലക്ക് കിട്ടുള്ളൂ. അല്ലെന്ന് പറയാൻ പറ്റും? ഇല്ല. എന്ന പോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ അവർക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് നല്ല രീതിക്കുള്ളത് കൊടുത്തിട്ട് വേണം നമ്മള് അവരെ കിടത്തി ഇറക്കാൻ രാത്രി ആയാൽ. മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീപ്പെടുത്തി തരട്ടെ. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ബിരിയാണി, നല്ല കുഴിമന്തി, ബ്രോസ്റ്റ്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കലാണോ? അല്ലടാ. ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത്, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഹലാലായി കൊണ്ട് അധ്വാനിച്ചിട്ട് നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് ആ അധ്വാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സമ്പത്തിൽ നമ്മുടെ ഭാര്യക്കും നമ്മുടെ മക്കൾക്കും നമ്മൾ ഭക്ഷിക്കാൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ വലിച്ചെടുത്തിട്ട് ആ പലിശയുടെ പണം എടുത്തിട്ടൊക്കെ നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുത്താ നമ്മുടെ മക്കൾ പിന്നെ ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കും സ്വഭാവം. ഇങ്ങനെ നേരെ നിൽക്കേണ്ട മക്കൾ വളഞ്ഞുകൊണ്ടായിരിക്കും അവരുടെ സ്വഭാവം. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ടേ പോകുള്ളൂ. നീ അത് ചെയ്യണട്ടോ എന്ന് പറഞ്ഞാ അവനത് കേട്ടിട്ടേ ഉണ്ടാവില്ല.
നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൊണ്ടുവരടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഓൻ എപ്പോഴും മൊബൈലിൽ നോക്കിയിട്ട് ഈ ഒരു ഇരുത്തിരിക്കുന്നുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അടുത്തതായിട്ട് അവിടുന്ന് പറയുകയാ, അവിടെ നിന്ന് അഞ്ചാമതായിട്ട് പറയുന്ന കാര്യം എന്തെന്നറിയോ? വഅകിലു മാലിൽ യതീം, യതീമികളുടെ ഭക്ഷണം കഴിച്ചാൽ അവിടെ സമ്പത്ത് നമ്മൾ എടുക്കരുത്, അവിടെ സമ്പത്ത് നമ്മൾ കഴിക്കരുത്. പാവപ്പെട്ട യതീമക്കളുടെ മുതൽ നമ്മൾ അപഹരിക്കല്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാകും ചിലപ്പോ ജ്യേഷ്ഠൻ മരിച്ചു പോയിട്ടുണ്ടാകും, ചെറിയ മക്കളായിരുന്നു. അതേപോലെ തന്നെ അല്ലാഹുവേ, ചിലപ്പോ നമ്മുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ അനിയൻ മരിച്ചിട്ടുണ്ട്, മക്കളെ പിഞ്ചു മക്കളുണ്ട്, യതീം മക്കളാണ് റബ്ബി, അല്ലെങ്കിൽ അയൽവാസികളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ മറ്റു കൂട്ടുകാരുണ്ട്, അവര് മരണപ്പെട്ടു, അവർക്ക് പിഞ്ചു മക്കളുണ്ട്. ആരും തന്നെ നോക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബമാണല്ലോ. അല്ലാഹുവേ, ഒരു തുണ്ട് സ്വത്തെങ്ങാനും നിന്റെ പക്ഷത്ത് ആരെങ്കിലും അത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അതിൽ നിന്ന് എടുക്കല്ലേ, റബ്ബേ, അതിൽ നിന്ന് നീ എടുത്താൽ നിന്റെ ജീവിതത്തിൽ പരാജയമാണടാ. നിനക്ക് ഹക്ക് വീട്ടാനും നിന്നെ കൊണ്ട് കഴിയില്ല മോനെ. അത് നിന്നെ ഏറ്റവും കൂടുതൽ പിടിപെടുന്ന നിന്റെ നരകത്തിന്റെ കത്തിയാണെന്ന നരകമുണ്ടല്ലോ. ആ പാമ്പുകളെ കൊണ്ട് തേളുകളെ കൊണ്ട് നിറക്കപ്പെട്ട പടച്ചുറപ്പിന്റെ നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കത്തി അമരാൻ നീ കാരണക്കാരനാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. യതീം മക്കളുടെ മുതലെടുത്തിട്ട് ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ അത് സബഉൽ മുബിക്കാത്തിൽപ്പെട്ട ഈ 7 വൻദോഷങ്ങളിൽപ്പെട്ട ഒരു കാര്യമാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയോ? നമുക്ക് കഴിയോ? നമ്മള് ചിലപ്പോ നമ്മുടെ കൈയിലേക്ക് ഇത് ഇന്നാലിനാക്കി കൊടുക്കണം കേട്ടോ, പാവപ്പെട്ട യതീം മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ നമ്മളെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ ആ ഒരു കാര്യം വരെ അപാകതകൾ കാട്ടിയിട്ട് സ്വന്തം പോക്കറ്റിലേക്ക് ഇടുന്ന ആളുകൾ ലോകത്തുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ വരെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പടച്ച റബ്ബ് ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ദുനിയാവിൽ. നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നത്. പടച്ചോൻ അതിനൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും പടച്ചോനോട് ഈമാൻ ഉണ്ടാകാനും നല്ല രീതിയിൽ ജീവിക്കാനും ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ പടച്ചോനെ ഒരിക്കലും തന്നെ പ്രയാസപ്പെടരുത്. ആ രൂപത്തിൽ ജീവിക്കാൻ പടച്ചോനോട് തേടണം. നമ്മൾ ഇരുകരങ്ങൾ കരയണം. നമ്മൾ ഇന്ന് കരയാനാണില്ലടാ, പടച്ചോന്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ. ഈ ലോകത്തിന്റെ അദാബുകളൊക്കെ പറഞ്ഞിട്ട് കരയാൻ ആൾക്കാരില്ല. അതാണ് പ്രശ്നം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മരിക്കാൻ പടച്ച റബ്ബ് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യലും തരങ്ങള് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ പടച്ചവൻ ഒരുപാട് ബന്ധങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? കാണുമ്പോൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ ഒരുപാട് ഉമ്മമാര്, അൽഹംദുലില്ലാഹ്, എന്തോരം സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരും സഹോദരങ്ങളുണ്ട്. എന്ത് വിഷയവും വന്നിട്ട് വിളിച്ചു പറയും, ഉസ്താദ് ദുആ ചെയ്യാൻ കേട്ടോ. അങ്ങനത്തെ എത്ര ആൾക്കാരെന്നറിയുള്ളൂ. പഠിച്ചോനെ, അതൊക്കെ വലിയ ബന്ധം. അല്ലാഹു തആല അത് നിലനിർത്തി തരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഇന്നൊക്കെ നമ്മുടെ മജ്‌ലിസുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസമായിട്ട് മാസങ്ങളോളമായിട്ട് നമ്മുടെ മജ്‌ലിസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിങ്ങനെ തുടങ്ങിക്കൊണ്ട് വരികയാണ്. ജോലി സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 മാറ്റങ്ങൾ വന്നപ്പോൾ പിന്നെ നമ്മുടെ ലൈവ് വേണ്ടതുപോലെ സജ്ജീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പം അതിങ്ങനെ തുടർന്നുകൊണ്ട് വരികയാണ് ഇൻഷാ അല്ലാഹ്. ഇനി അത് എങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അതിനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ഉമ്മമാർ ചോദിച്ചു, ഉസ്താദ് നമ്മുടെ മജ്‌ലിസിന് ഇല്ലേ, പിന്നെ അത് തുടങ്ങിയാൽ വളരെ ഉപകാരമായിരുന്നു എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഉമ്മമാർ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്.
പിന്നെ എല്ലാ തിങ്കളും ചൊവ്വയും ഇൻഷാ അല്ലാഹ് ഡയലി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കുമ്പോൾ പിന്നെ തുടർന്ന് നമുക്ക് ചിലപ്പോൾ മഹല്ല സംബന്ധമായിട്ട് ഒരുപാട് പരിപാടികൾ ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൃത്യസമയത്ത് ചിലപ്പോൾ തുടങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു നന്മയാണല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. എന്തായാലും അൽഹംദുലില്ലാഹ് ചെറിയൊരു ബ്രേക്ക് വന്നെങ്കിലും നമുക്ക് അത് വേണ്ട രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമ്മളെ സഹായിക്കും. നല്ല ഇൽമുകൾ മറ്റുള്ളവർക്ക് പറയാനും നമുക്ക് അറിയാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ജീവിതത്തിൽ പകർത്താനൊക്കെ പഠിച്ചു നമുക്കിതൊരു സബബായി അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഇപ്പൊ നമ്മൾ 4-5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമതായിട്ട് പറഞ്ഞു അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനെ പങ്കു ചേർക്കലാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു സിഹർ ചെയ്യലാണ്. മൂന്നാമത്തെ പറഞ്ഞു ഹഖ് കൂടാതെ നമ്മൾ മറ്റൊരാളെ കൊല്ലുക. നാലാമത്തെ പറഞ്ഞു പലിശ ഭക്ഷിക്കലാണ്. 5 പറഞ്ഞു യതീം മക്കളുടെ മുതലിനെ അപഹരിക്കലാണ്. ആറാമതായിട്ട് അവിടുന്ന് പറയുകയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അല്ലാഹുവേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ് ഘോരമായ യുദ്ധം നടക്കുമ്പോ ഇസ്ലാമിനെതിരെ വന്നിട്ട് ശത്രുക്കൾ ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തന്റെ രാജ്യത്തിന്റെ വേണ്ടി തന്റെ നാടിന് എതിരായിട്ട് ആരെങ്കിലും യുദ്ധത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ, അല്ലാഹുവേ ആ യുദ്ധത്തിൽ നിന്ന് ഘോരമായി നടക്കുമ്പോ ശത്രുക്കൾക്കെതിരെ നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോ ശത്രുക്കളും നമ്മളും ഇങ്ങനെ ദൂരമായിട്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഏറ്റുമുട്ടുമ്പോൾ അല്ലാഹുവേ ഭീരുവിനെ പോലെ അവിടുന്ന് ധൈര്യമില്ലാത്തവനെ പോലെ ഓടി മറയുന്ന ആളുണ്ടല്ലോ, അങ്ങനത്തെ സ്വഭാവം വേണ്ട. തന്റെ നാടിന് തന്റെ ദീനിന് തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഹക്കിന് വേണ്ടി പൊരുതുമ്പോൾ ശത്രുപക്ഷം നമ്മളെ എത്രത്തോളം ആക്രമിക്കട്ടെ അവന്റെ മുമ്പിൽ അടിയറ വെക്കുന്ന സ്വഭാവം വേണ്ട. അവന്റെ കാല് നക്കുന്ന സ്വഭാവം വേണ്ട. അവന്റെ ശൂട് നക്കുന്ന സ്വഭാവം നമുക്ക് വേണ്ട. ഇത് അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് വേണ്ടെന്ന് പറഞ്ഞ കാര്യമാ പ്രിയമുള്ളവരെ. അങ്ങനെ ചെയ്ത നീ സബഅൽ മുബികാത്ത് വൻദോഷം ചെയ്തവനാണ്. 7 വൻദോഷങ്ങളിൽപ്പെട്ട ഒരു കാര്യം നീ ചെയ്തു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ. നിന്റെ നാടിനും തന്റെ നീതിനും തന്റെ വീടിനും തന്റെ സമൂഹത്തിനും തന്റെ രാജ്യത്തിനും വേണ്ടി നിന്റെ ശരീരത്തെ വാർത്തെടുക്കാൻ നിനക്ക് കഴിയണേ. ഇന്ന് നമ്മൾ കാണുകയാണല്ലോ റബ്ബേ, ഫലസ്തീനിന്റെ മുന്നിലേക്കൊന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ഇസ്രായേലിന്റെ പട്ടാളം വന്നിട്ടോ, ഇസ്രായേലിന്റെ പട്ടാളങ്ങൾ അക്രമികൾ കടന്നു വന്നിട്ടോ ഫലസ്തീനിന്റെ മക്കൾക്കെതിരെ അല്ലാഹുവേ നിറയൊഴിക്കുമ്പോ അവർക്ക് മുമ്പിലേക്ക് നെഞ്ചം പിരിച്ചിട്ട് ആൺകുട്ടിയാണെങ്കിൽ വെക്കടാ എന്ന് പറഞ്ഞിട്ട് റബ്ബേ ചങ്കൂറ്റത്തോടെ കടന്നു പോകുന്ന പിഞ്ചു മക്കളെ വരെ നമ്മൾ കണ്ടിട്ടില്ലേ? പിഞ്ചു മക്കളെ വരെ നമ്മൾ കാണുകയാണല്ലോ. അതാണടാ ഈമാൻ എന്ന് പറഞ്ഞാൽ. സ്വന്തം രാജ്യത്തവരെ ആക്രമിക്കുമ്പോ അവന്റെ മുമ്പിൽ നിന്ന് ഓടി മറഞ്ഞില്ല. അല്ലാഹുവേ നെഞ്ചും പിരിച്ചിട്ട് തന്റെ രാജ്യത്തിന് വേണ്ടി പൊരുതാൻ മടി കാണിക്കാത്ത സമൂഹമായി ഇന്ന് ഇസ്രായേലിന്റെ മുമ്പില് ഫലസ്തീനിന്റെ മക്കള് മാറിയത് കണ്ടോ ഉമ്മ? എത്ര വലിയ ക്രൂരതയോടെയാണ് അവർ ആക്രമിക്കാൻ തുടങ്ങിയത്. എത്ര വലിയ ഒരുപാട് അക്രമത്തിന്റെ വഴികൾ അവർ അരച്ചു വിട്ടപ്പോഴും അതൊന്നും പ്രശ്നമല്ല. അതൊന്നും വല്ലാതെ ജീവിതത്തിലെ പ്രശ്നമാക്കാതെ തന്റെ ജീവിതത്തിൽ തന്റെ രാജ്യത്തെ മുഴുവനും തന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത ആ മക്കളെ നമ്മൾ കണ്ടതാണ് ഉമ്മ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പറയാ നിന്റെ ജീവിതത്തിൽ നിന്റെ രാജ്യത്തിനും നിന്റെ ദീനിനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരാള് പൊരുതാൻ നിനക്ക് ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നാൽ എന്റെ പ്രിയമുള്ളവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരിക്കലും എന്ത് ചെയ്യരുത് എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഓടിയിട്ട് പോവരുത്. പോയാ നീ വൻദോഷം ചെയ്തവനാ. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് 7ാമതായിട്ട് അവസാനമായിട്ട് പറയുന്ന കാര്യം വഖദ്ഫുൽ മുഹ്സിനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാ
എന്റെ പ്രിയമുള്ളവരെ, സത്യസന്ധതയോടുകൂടി പവിത്രതയോടുകൂടി നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങളെ പോയിട്ട് നിങ്ങൾ അവര് വ്യഭിചാരികളാണെന്ന് പറയല്ലേ, അവരെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയല്ലേ, അവരുടെ അഭിമാനത്തിൽ കൈകടത്തരുതേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. പാവപ്പെട്ടവരായ നല്ല അള്ളാഹുവിനനുസരിച്ച് ജീവിതത്തിൽ ഈമാനോട് കൂടി നടക്കുന്ന ഉമ്മമാർ, ആ പാവപ്പെട്ട ഉമ്മമാരെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്തെങ്കിലും സംശയമുണ്ട് എന്നും പറഞ്ഞിട്ട്, എന്തൊക്കെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇല്ലാത്തത് ഉണ്ടാക്കിയിട്ട് പറയരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. എടാ, ഇങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു വരുന്നു, ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നുള്ളതും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയായിരുന്നു. നമ്മളെ കുറിച്ചുള്ള സ്വഭാവമൊക്കെ ആ പടച്ചോനറിയാം. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് ഈ ലോക സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ കുറെ സ്വീപ്പന്മാരുണ്ടാകും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക സമൂഹത്തെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചോനെ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. നല്ല ജീവിതം നീ ഞങ്ങൾക്ക് കൊണ്ട റബ്ബേ. ഞങ്ങളെ നന്നാക്കണേ റഹ്മാനെ. ഇതുവരെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യണം. ദുആയിലേക്ക് കിടക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാൻ വേണ്ടി ശ്രമിക്കണം. അൽഹംദുലില്ലാഹ്.